ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഓൾറെഡി 5 മൊഡ്യൂളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ HTML-ഉം അതേപോലെ തന്നെ CSS-ഉം പിന്നെ ബേസിക് ആയിട്ടുള്ള ഈ ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിങ് അങ്ങനെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ടേമുകളൊക്കെയാണ് നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ പഠിച്ചതെങ്കിൽ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ് ജാവ സ്ക്രിപ്റ്റ് ആയിരുന്നു. അതൊരു സ്ക്രിപ്റ്റിംഗ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതിലുള്ള കണ്ടീഷണൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു, വേരിയബിൾസ്, ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ മൂന്നാമത്തെ മൊഡ്യൂളും 3, 4, 5 കംപ്ലീറ്റ് PHP ആണ്. മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ PHP എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും ബേസിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സും ലൂപ്പിംഗ് ആൻഡ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ തേർഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തു. ഫോർത്ത് മൊഡ്യൂളിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ എന്താണ് ഗെറ്റ് ആൻഡ് പോസ്റ്റ് മെത്തേഡ്സ്, അതേപോലെ തന്നെ എന്താണ് സെഷൻസ്, കുക്കീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ PHP ഹെഡർ ഫംഗ്ഷൻസ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തത് കംപ്ലീറ്റ് നമ്മൾ PG PostgreSQL അതിൻ്റെ ഡാറ്റാബേസ് സെഷൻസ് ആണ് നമ്മൾ അഞ്ചാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സെഷൻസ് ആണ് മനസ്സിലാവാത്തുണ്ടെന്നൊക്കെ നിങ്ങൾ ചോദിക്കുക. കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മുടെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ്. ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PHP ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലോട്ട് നമുക്ക് ലാബിലോട്ടായിട്ട് നമുക്കങ്ങനെ പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ആൻസർ ചെയ്യുന്നത്. അതിൽ നമ്മുടെ പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോ മാർക്കിൻ്റെത്. അതിൽ ആദ്യത്തേത് നമുക്ക് നോക്കാം. W3C സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. എന്താണ്? വേൾഡ് വൈഡ് വെർബ് കൺസൂട്ടിസം. The dash attribute used for space between the cells in table tag. ടേബിൾ ടാഗിൽ സ്പേസ് വരാൻ വേണ്ടി നമ്മൾ സെൽ സ്പേസിംഗ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് ഉപയോഗിക്കുന്നത്. JavaScript ഈസ് ആൻഡ് ഡാഷ് ലാംഗ്വേജ്. എന്ത് ലാംഗ്വേജ് ആണ്? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് JavaScript. 3 ഈക്വൽ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ്. എന്താണ്? ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ അല്ലേ. PHP സ്റ്റാൻഡ്സ് ഫോർ പേഴ്സണൽ ഹോം പേജ്. ഡാഷ് ആൻഡ് ഡാഷ് ആർ ദി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ PHP. ഒന്നുകിൽ നമുക്ക് എക്കോ ഉപയോഗിക്കാം ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റഫും ഉപയോഗിക്കാം. രണ്ടിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. ദ ഡാഷ് ഈസ് ആൻ അനദർ വേ ടു സ്പെസിഫൈ സ്ട്രിംഗ് ഇൻ PHP. ഡോളർ വേരിയബിൾ നെയിം ഇസ് ഈക്വൽ ടു ഡബിൾ കോട്ടിൽ സ്ട്രിംഗ് നെയിം. ദ ഡാഷ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു എഡിറ്റ് ഇൻഫർമേഷൻ ഓൾറെഡി ഇൻ ദി ഡാറ്റാബേസ്. അപ്ഡേറ്റ്. ഡാറ്റാബേസിലുള്ള ഓൾറെഡി ഇൻഫർമേഷനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ഡേറ്റ് എന്ന് പറയുന്ന കമൻ്റാണ് ഉപയോഗിക്കുന്നത്. ദ ഡാഷ് കമൻറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് ദ കണക്ഷൻ വിത്ത് PHPനെയും ഡാറ്റാബേസിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് PG_connect. PG_connect ബ്രാക്കറ്റിൽ ഏത് ഹോസ്റ്റ് നെയിം വേണം, അതേപോലെ തന്നെ ഡാറ്റാബേസ് നെയിം വേണം, അതേപോലെ തന്നെ യൂസർ നെയിം വേണം, പാസ്വേഡ് വേണം അല്ലേ. നമ്മൾ ചെയ്തതാണല്ലേ. ലോക്കൽ ഹോസ്റ്റാണ് നമ്മൾ ഹോസ്റ്റ് നെയിമായിട്ട് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ യൂസർ നെയിം, പാസ്വേഡ്, ഡാറ്റാബേസ് നമ്മൾ കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. സോ PG കണക്റ്റ് ആണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദ ഡാഷ് മെത്തേഡ് പാസസ് ആർഗ്യുമെന്റ്സ് ഫ്രം വൺ പേജ് ടു ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി URL ക്വറി സ്ട്രിംഗ്. ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലോട്ട് ഇൻഫർമേഷൻസിനെ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗെറ്റും പോസ്റ്റും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആർഗ്യുമെന്റ്സ് എന്നാണ്. ഒരുപാടെണ്ണം പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ പോസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ ഇത്രയാണ് പാർട്ട് എയിലുള്ള ക്വസ്റ്റ്യൻസ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. പ്രത്യേകിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് ഇങ്ങനെയുള്ള ഈ പാർട്ട് എ ഒക്കെ ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും 1-2 പ്രാവശ്യം വായിക്കുക. ആദ്യം തന്നെ ആൻസർ ചെയ്യാണ്ടിരിക്കുക. ഈ പാർട്ട് എ എന്ന് പറയുന്നത് നിങ്ങൾ നന്നായി വായിച്ചിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കില്ല അതിൻ്റെ എക്സാക്റ്റ് ആൻസർ. അപ്പം നിങ്ങൾ സമയമെടുത്ത് വായിച്ചിട്ട് അത് ആൻസർ ചെയ്യുക. അപ്പോൾ ഈ പ്രാവശ്യം ചോദിച്ച 10 ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 5 മൊഡ്യൂളിൽ നിന്നുമായിട്ടാണ് അവർ ഈ 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 2 മാർക്സ് ആണ്. അതായത് എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. 2 മാർക്ക് വീതമാണ് ക്വസ്റ്റ്യന്. ഡിഫൈൻ DNS ലിസ്റ്റ് എനി 5. ഡൊമൈൻ നെയിം സിസ്റ്റം ആണ് ചോദിച്ചിട്ടുള്ളത്. ഡൊമൈൻ നെയിം സെർവർ ആണ്. ദാറ്റ് ഈസ് DNSൽ നിങ്ങൾക്ക് എക്സാം ഇഷ്ടമുള്ളത് പറയാം. www.facebook.com, www.calicut university.info അങ്ങനെ വരുന്നത്
മനസ്സിലായോ? ആ ഒരു URL വരുന്നതിനെയാണ് നമ്മൾ DNS എന്ന് പറയും. വാട്ട് ഈസ് ആൻ ഇവന്റ്? നമ്മൾ ഇവന്റ് ഡ്രിവൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു ജാവാ സ്ക്രിപ്റ്റ് അല്ലേ. അതിൽ നമ്മൾ മൗസ് ഇവന്റ്സ്, കീബോർഡ് ഇവന്റ്സ്, അങ്ങനെ കുറേ ഇവന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാം. മൗസ് ഇവന്റ്സിൽ ഇഷ്ടംപോലെ ഉണ്ട്. മൗസ് ഡൗൺ, മൗസ് അപ്പ്, മൗസ് മൂവ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. വാട്ട് ഈസ് കമന്റ് ഇൻ PHP? സിംഗിൾ ലൈൻ കമന്റ് ഉണ്ട്, മൾട്ടി ലൈൻ കമന്റ് ഉണ്ട് അല്ലേ. സിംഗിൾ ലൈൻ കമന്റ് ആവുന്ന സമയത്ത് നമുക്ക് ഒരൊറ്റ ലൈൻ മാത്രം കമന്റ് ചെയ്യാൻ, മൾട്ടി ലൈൻ ആകുമ്പോൾ നമുക്ക് നെസ്റ്റഡ് ആയിട്ട് ഒരുപാട് ലൈൻസിനെ ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, മൾട്ടി ലൈൻ കമന്റ് ഉപയോഗിക്കുന്നത്. ഡിഫൈൻ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. നമുക്കറിയാം ജാവാ സ്ക്രിപ്റ്റ് ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ നമ്മുടെ PHP ഏതാണ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. വിച്ച് മീൻസ് ഡാറ്റാബേസുമായിട്ട് കണക്ഷൻ വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെയാണ് നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ PHP. ഡിഫൈൻ അജാക്സ്. അജാക്സ് നമ്മളിപ്പോൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞതാണ്. എസിൻക്രണസ് ജാവ ആൻഡ് XML, വിച്ച് മീൻസ് നമുക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാതെ കോഡൊന്നും അറിയാത്തൊരു വ്യക്തിക്ക് കൂടെ വളരെ സിമ്പിളായിട്ട് വെബ്സൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാക്കേജ് ആണ് ആക്ച്വലി അജാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ഷീറ്റിലുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കി ഇനി നമ്മൾ നെക്സ്റ്റ് പേജിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പുറത്തെ പേജിലോട്ട് വരുമ്പോൾ പാർട്ട് സിയിൽ നിങ്ങൾക്ക് കാണാം ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 4 മാർക്സ്. ഏതെങ്കിലും 5 ആൻസർ ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസിനും 4 മാർക്സ് വീതമാണ്. അപ്പോൾ റൈറ്റ് ദ ഫംഗ്ഷൻസ് പെർഫോംഡ് ബൈ വെബ് ബ്രൗസർ. അപ്പോൾ നമ്മൾ ആദ്യം വെബ് ബ്രൗസർ എന്താണെന്ന് അറിയണം. വെബ് ബ്രൗസേഴ്സ് നമുക്കറിയാം, മൊസില്ല, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്രോം ഒക്കെ ബ്രൗസേഴ്സ് ആണ്. ഇതിൻ്റെ ഡ്യൂട്ടി എന്താണ്, നമ്മളുടെ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ത്രൂ എന്താണ്, ബ്രൗസേഴ്സ് വഴിയാണ്. അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു മീഡിയമാണ് ആക്ച്വലി ബ്രൗസർ എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ ഒരു ക്ലയൻ്റ് ആണ്, ഞാൻ ഇരുന്നിട്ടിപ്പോൾ ജസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലയൻറ്റ് സിസ്റ്റത്തിൽ നിന്നും ഒരു റിക്വസ്റ്റ് എങ്ങോട്ടേക്ക് അയക്കുന്നു, സെർവറിലോട്ട് പാസ് ചെയ്യുകയും സെർവർ ആ ഡാറ്റ നമുക്ക് തരികയും ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരികയും ചെയ്യുന്നത് ത്രൂ വെബ് ബ്രൗസേഴ്സ് വഴിയാണ്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള വെബ് ബ്രൗസറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ലിസ്റ്റ് ദ ആട്രിബ്യൂട്ട് ഓഫ് ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് മെയിനായിട്ടുള്ളത് ടൈപ്പാണ്. ടൈപ്പ്, അതേപോലെ തന്നെ ഓൺ ക്ലിക്ക്, അതേപോലെ തന്നെ ടൈപ്പിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഒരുപാട് വരുന്നുണ്ട്. അത് കൂടാതെ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഇൻപുട്ട് ടാഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വർഷം എടുത്തതിൽ തന്നെ ഞാൻ ഇൻപുട്ട് ടാഗിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങൾ മുമ്പ് HTML പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഇൻപുട്ട്, അതൊക്കെ നിങ്ങൾ എക്സാമ്പിൾ 4 മാർക്കിനാണ് വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഡയഗ്രാംസ് നീഡഡ് ആണെങ്കിൽ ഡയഗ്രാംസ് വരക്കുക. അങ്ങനെ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഹൗ ടു എംബഡ് ദ സ്ക്രിപ്റ്റ് ടു HTML ടാഗ്. നമുക്കറിയാം എംബഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിവൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് നമ്മൾ ഉപയോഗിക്കണം. സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ടൈപ്പ് ഈസ് ഈക്വൽ ടു നമ്മൾ ലാംഗ്വേജ് ജാവാ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ജാവാ സ്ക്രിപ്റ്റ് / എന്ത് ഫയലാണ്, ടെക്സ്റ്റ് ഫയൽ ആണെങ്കിൽ ടെക്സ്റ്റ് ഫയൽ കൊടുക്കണം. ദെൻ അതൊരു കണ്ടെയ്നർ ടാഗ് ആയതുകൊണ്ട് അത് ക്ലോസ് ചെയ്യണം. അതിൻ്റെ ഇടയിലാണ് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് കോഡുകളൊക്കെ എഴുതുന്നത്. നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ ഒരുപാട് ചെയ്തതാണല്ലേ. ദെൻ എക്സ്പ്ലെയിൻ ദ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാ സ്ക്രിപ്റ്റ്. നമുക്കറിയാം അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ വാല്യൂസിന് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ സിംഗിൾ ഈക്വൽ ആണ് അസൈൻമെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും കോളൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്ലസ് ഈക്വൽ, മൈനസ് ഈക്വൽ, ഇൻറ്റു ഈക്വൽ, ഡിവൈഡ് ഈക്വൽ, മോഡ് ഈക്വൽ ഒക്കെ നമുക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് തന്നെയാണ്. എക്സ്പ്ലെയിൻ ദ സ്ട്രിംഗ് കേസ് ഫംഗ്ഷൻസ് ഇൻ PHP. സ്ട്രിംഗിൽ നമ്മൾ അപ്പർ കേസും ലോവർ കേസും ആണ് കേസ് കൺവേർഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം നമ്മളുടെ കൊടുത്തിട്ടുള്ള സ്ട്രിങ്ങിനെ ലോവർ കേസിലോട്ടും അതേപോലെ തന്നെ അപ്പർ കേസിലോട്ടും, അതേപോലെ തന്നെ അപ്പർ കേസ് ഫസ്റ്റ്, അങ്ങനെ അതേപോലെ തന്നെ വേർഡിൻ്റെ അപ്പർ കേസ് ആക്കാനുള്ള കുറച്ച് സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടില്ലേ നമ്മൾ. അപ്പോൾ അതൊക്കെയാണ് കേസ് ഫംഗ്ഷൻസ് ആയിട്ടുള്ളത്. ഒരു 4ഓളം കേസ് ഫംഗ്ഷൻസ് ഉണ്ട്. എക്സ്പ്ലെയിൻ ഗെറ്റ് മെത്തേഡ് ഇൻ PHP. ഗെറ്റ് മെത്തേഡ് നമുക്കറിയാം PHP ഒരു HTML പ്രോഗ്രാമും ഒരു PHP പ്രോഗ്രാമും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ ഗെറ്റ് ഓർ പോസ്റ്റ് മെത്തേഡ് വഴിയാണ്. ഗെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം ഒരൊറ്റ വാല്യൂ മാത്രമേ നമുക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് വാല്യൂവിന് അറ്റ് എ ടൈം സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. വിത്ത് എക്സാമ്പിൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഹൗ ടു ഇൻസേർട്ട് ദ ഡാറ്റ യൂസിങ് PHPയിലോട്ട് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമ്മളത് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ആദ്യം ഒരു യൂസർ ഇൻ്റർഫേസ് HTML ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിലുള്ള വാല്യൂസിനെ PHPയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് അതിനെ എക്കോ ചെയ്യണം. എങ്കിൽ മാത്രമേ അത് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവത്തുള്ളൂ. ദെൻ എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് SRC അലൈൻ ഹൈറ്റ് ഫോർ ഇമേജ് ടാഗ്. നമുക്കറിയാം IMG ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് SRC, അലൈനും ഹൈറ്റും ഒക്കെ. അലൈൻ എന്ന് വെച്ചാൽ അതിനെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുക, ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ സെൻറ്ററിലോട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഡീഫോൾട്ടായിട്ട് അത് ലെഫ്റ്റ് സൈഡിലായിരിക്കും വരുന്നുണ്ടാവുക. SRC ഫോർ ഇമേജിൻ്റെ പാത്ത് കാണിക്കാൻ, അതേപോലെ തന്നെ ഹൈറ്റും ഒക്കെ നമ്മൾ അതിൻ്റെ ഇമേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയാണ് പാർട്ട് സിയിലുള്ളത്.
ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ട് ഡിയിലോട്ട് പോവാണ്. പാർട്ട് ഡിയിലെ എനി 5 ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 8 മാർക്സ്. 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി, 8 മാർക്കാണ്. സോ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഡസ് ഫോം ഇമ്പോർട്ടൻറ്റ് ഇൻ വെബ് ആപ്ലിക്കേഷൻ? എക്സ്പ്ലെയിൻ ദ ആട്രിബ്യൂട്ട്സ്, ആക്ഷൻ, മെത്തേഡ്സ് വിത്ത് എക്സാമ്പിൾ. നമുക്കറിയാം വെബ് ആപ്ലിക്കേഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസർ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാനാണ്, യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു മീഡിയ ആണ് ആക്ച്വലി ഫോം എന്ന് പറഞ്ഞാൽ. സോ ഫോം വഴിയാണ് നമ്മളും സിസ്റ്റവും തമ്മിൽ ആക്ച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ഫോമിൽ നമുക്ക് മെത്തേഡ്, ആക്ഷൻ, മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പോസ്റ്റ് ആണോ ഗെറ്റ് ആണോ ഡാറ്റേനെ എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് PHP-ലോട്ടാണ് അത് എംബെഡ് ചെയ്യുന്നത്, അഡ്രസ്സ് കൊടുക്കുക. ഇഷ്ടമുള്ള എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ആട്രിബ്യൂട്ട്സ് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. ഫോമിൻ്റെ ആട്രിബ്യൂട്ട് ഒന്ന് ആക്ഷനും ഒന്ന് മെത്തേഡും ആണ്. ആക്ഷനിൽ നമ്മൾ ഏത് PHP-ലോട്ടാണ് ഈ HTML എംബെഡ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് അത് കൊടുക്കുക. അതേപോലെ തന്നെ എന്ത് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ വാല്യൂസിന് പാസ് ചെയ്യുന്നത്, ഗെറ്റ് ആണോ പോസ്റ്റ് ആണോ, അങ്ങനെയാണെങ്കിൽ അതും കൊടുക്കുക. എക്സ്പ്ലെയിൻ ദ ആങ്കർ ടാഗ് ഇൻ HTML വിത്ത് എക്സാമ്പിൾ. ആങ്കർ ടാഗ് നിങ്ങൾക്ക് അറിയാം, എന്ന് പറയുന്നത് ആങ്കർ ടാഗ് ഒരു കണ്ടെയ്നർ ടാഗ് ആണ്. ഹൈപ്പർ ലിങ്ക്സിനെ മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആങ്കർ ടാഗ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞിട്ട് href ഈക്വൽ ടു ഒരു വെബ് അഡ്രസ്സ് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു വെബ് പേജിലോട്ട് റീഡയറക്ഷൻ കിട്ടും. വാട്ട് ഈസ് ആൻ ഇവന്റ്? എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് ഇവന്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. 2 സ്ഥലത്ത് ആ ഇവന്റ് ചോദിക്കുന്നു. ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കമ്പ്യൂട്ടറിൽ നടക്കുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ ഇവന്റ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 2 ടൈപ്പ് ഉണ്ട്, മൗസ് ആൻഡ് കീബോർഡ് ഇവന്റ്സ്. അത് കൂടാതെ ഫോക്കസ് ഇവന്റ്, ഓൺ ബ്ലർ ഇവന്റ്സ് ഒക്കെ ഇവന്റ്സ് ആണ്. ഓൺ ലോഡ് ഇവന്റ്സ് ഇതൊക്കെ ഈ ലോഡിംഗ് ഇവന്റ്സ് ആണ്. ഇപ്പോൾ ഇവന്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് മൗസും കീബോർഡും അതേപോലെ തന്നെ ലോഡ് ഇവന്റ് ഒക്കെ. ലോഡ് ഇവന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും ക്ലിക്ക് ചെയ്യേണ്ട, ബോർഡിൻ്റെ ഉള്ളിലാണ് ഓൺ ലോഡ് കൊടുക്കുക. നമ്മുടെ പ്രോഗ്രാം ലോഡായി വരുമ്പോൾ തന്നെ നടക്കുന്ന ആക്ഷനാണ് ഓൺ ലോഡ് ഇവന്റ് എന്ന് പറഞ്ഞാൽ. ബാക്കിയൊക്കെ മൗസും കീബോർഡൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയും ഡ്രാഗ് ചെയ്യുകയും മൂവ് ചെയ്യുകയും അല്ലെങ്കിൽ കീ നമ്മൾ അപ്പ് ചെയ്യുകയും ഡൗൺ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നടക്കുന്ന ഇവന്റ്സ് ആണ് ആക്ച്വലി ബാക്കി മൗസ് ആൻഡ് കീബോർഡ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ. ഹൗ ടു ഡിക്ലെയർ എ വേരിയബിൾ ഇൻ ജാവാസ്ക്രിപ്റ്റ്, റൈറ്റ് എ പ്രോഗ്രാം ടു ആഡ് 2 നമ്പേഴ്സ് ഇൻ ജാവ. നമ്മൾ ചെയ്തതാണ്. ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം, നമ്മൾ ജാവാസ്ക്രിപ്റ്റിലാവുമ്പോൾ നമ്മൾ വാർ കഴിഞ്ഞിട്ടാണ് വേരിയബിൾ. ഇപ്പോൾ വാർ A = 10, വാർ B = 20, വാർ C എന്ന് കൊടുത്തിട്ട് വാർ C = A+B എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ C പ്രിന്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ വാർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ ഗ്ലോബൽ ആൻഡ് ലോക്കൽ ഫംഗ്ഷൻസ് ഇൻ PHP. നമുക്കറിയാം ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് കംപ്ലീറ്റ്ലി നമുക്കത് ആക്സസിബിലിറ്റി കിട്ടും. ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഫംഗ്ഷൻ, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് എന്നുള്ള മീനിങ് ആണ്. അതും നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലെയിൻ കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ്. ഇത് ആക്ച്വലി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിച്ചതാണ്. കൺസ്ട്രക്ടേഴ്സും ഡിസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ പറയുക, കൺസ്ട്രക്ടർ നിങ്ങൾ ജാവയിൽ പഠിച്ച സെയിം സംഭവം തന്നെയാണ് ഇവിടെയും പറയുന്നത്. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ മെമ്മറി നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കൺസ്ട്രക്ടേഴ്സ്. ആ അലോട്ട് ചെയ്ത മെമ്മറി നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ട്രക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ദെൻ എക്സ്പ്ലെയിൻ സെഷൻ ആൻഡ് ഫംഗ്ഷൻസ് ഇൻ PHP. സെഷൻ നമ്മൾ പറഞ്ഞതാണല്ലേ, സംഭവങ്ങൾ എഴുതുക. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ടെംപ്ലേറ്റ്സ് ഇൻ PHP. ടെംപ്ലേറ്റ്സിൽ നമുക്ക് വേണമെങ്കിൽ അജാക്സിനെയും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് എഴുതാം. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓൾറെഡി കംപ്ലീറ്റ് UI ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് മുതൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇത് ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ, അതായത് മാർച്ചിൽ എഴുതിയത്, അതായത് ഇത് സപ്ലിമെൻ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് തരാം. ഇത് 2018 അഡ്മിഷൻ ആണല്ലോ അല്ലേ. ഇത് 2016 അഡ്മിഷൻ്റെ സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ പേപ്പറാണിത് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ മറ്റു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒപ്പിക്കട്ടെ, കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓടിച്ചിട്ടിട്ട് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ. താങ്ക് യു.